ക്യാമ്പയിന്റെ ആരംഭവുമാണ് 11-ാം തീയതി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്നത്. 1,50,000-ൽ പരം ആൾക്കാരാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 11:30 മണിയോടുകൂടി പ്രധാനമന്ത്രി കൊച്ചി എയർപോർട്ടിൽ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 11:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് അഖില കേരള ധീവര സഭയുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസിൽ പങ്കെടുക്കാനായിട്ട് മറൈൻ ഡ്രൈവിലേക്ക് പോകും. കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഹെലിപ്പാഡിലേക്ക് എത്തി, കൊച്ചി ഹെലിപ്പാഡിലേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്ന് അദ്ദേഹം മറൈൻ ഡ്രൈവിലേക്ക് അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് പോകും. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആണ് കലൂർ സ്റ്റേഡിയത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ആ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് ആണ് പാർട്ടിയുടെ NDAയുടെ മഹാസമ്മേളനത്തിൽ അദ്ദേഹം എത്തിച്ചേരുക. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ ഒരു സ്വീകരണം, 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയോടൊപ്പം ഒരു സ്വീകരണമാണ് ഞങ്ങൾ കൊച്ചിയിൽ ഒരുക്കുന്നത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ മുൻഭാഗം മുതൽ ആ സ്റ്റേഡിയത്തിന്റെ അവസാനം തയ്യാറാക്കിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രഖ്യാപിക്കുന്ന സമ്മേളന നഗരികളിൽ 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കും. കൊച്ചിയിൽ മുമ്പ് തേവരയിൽ നടന്ന റോഡ് ഷോ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള റോഡ് ഷോയാണ്. അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമായിരിക്കും റോഡ് ഷോയിലൂടെ ഞങ്ങൾ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാക്കുന്നത്. ആ സ്വീകരണം കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ പരിപാടി കഴിഞ്ഞാൽ അദ്ദേഹം 1 മണിയോടുകൂടി BJPയുടെ വേദിയിൽ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJPയുടെ NDAയുടെ പരിപാടി 12 മണിക്ക് തന്നെ ആരംഭിക്കും. NDAയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ സാബു M. ജേക്കബ്, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ വേദിയിലുണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് NDA നേതാക്കന്മാരും വേദിയിലുണ്ടാകും. 10,000-കണക്കിന് വരുന്ന ഘടകകക്ഷികളുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയുടെ പരിപാടി കാണുന്നതിന് വേണ്ടി പ്രത്യേക പങ്ക് ഞങ്ങൾ ആ കലൂർ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് ആ പരിപാടി, ഈ മോദിജിയുടെ പരിപാടി പൂർത്തിയാകുന്നതുവരെ ആ പ്രത്യേക പങ്കെടുത്ത് ഈ പരിപാടി വീക്ഷിക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ ഇതിനോടകം ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദിജിയുടെ പരിപാടി കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിന് കരുത്തു പകരുന്ന പരിപാടിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷവും എന്ന് പറയുന്നത് ഒരു പക്ഷം തന്നെയാണ്. ഇടതുപക്ഷവും വലതുപക്ഷത്തിനും അവരിട്ടിരിക്കുന്ന ഒരു പക്ഷത്തിന്റെ പേര് ഇന്ത്യ മുന്നണി എന്നാണെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇത് രണ്ടും ഒരു പക്ഷമാണ്, ഈ കേരളത്തെ നശിപ്പിച്ച പക്ഷമാണ്. ഈ രണ്ടു പക്ഷത്തെയും തോൽപ്പിച്ചാൽ മാത്രമേ കേരളത്തിൽ മാറ്റമുണ്ടാകൂ. ആ മാറ്റം ഉണ്ടാകാൻ വേണ്ടി കരുത്തു പകരുന്ന സമ്മേളനമായിരിക്കും 1,50,000-ഓളം പ്രവർത്തകർ പങ്കെടുക്കുന്ന മോദിജിയുടെ പരിപാടി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെയും ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ ഈ സമ്മേളനത്തിൽ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ NDAയോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ NDAയുടെ വൈസ് ചെയർമാനും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് എറണാകുളത്ത് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായിട്ടുള്ള ശ്രീ A. നടരാജ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമ്മേളനമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു പുതിയ കാൽവെപ്പാണ് ഏതാണ്ട് 1,00,000-ഓളം ആളുകൾ സംബന്ധിക്കുന്ന ബഹുമാനായ നരേന്ദ്രമോദി NDA വിവരപ്പെടുത്തിയതിനു ശേഷം ആദ്യമായി നടക്കുന്ന സമ്മേളനം. ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെ ഏതാണ്ട് 12ഓളം
ഘടകകക്ഷികളും ഇന്ത്യയുടെ ഭാഗമാണ്. ഭാരതീയ ജനതാ പാർട്ടി, അതുപോലെ തന്നെ BDJS, 2020, അതുപോലെ തന്നെ ശ്രീമാൻ താമരാക്ഷൻജി, 5 പ്രാവശ്യം MLA ആയിരുന്ന താമരാക്ഷൻജി നേതൃത്വം കൊടുക്കുന്ന JSS, ശ്രീമാൻ കുരുവിള മാത്യൂസ് നേതൃത്വം കൊടുക്കുന്ന നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ PV രാജേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് ജനതാദൾ, ശിവസേന, കൃഷ്ണപുരം ചന്ദ്രശേഖരൻ നേതൃത്വം കൊടുക്കുന്ന കാമരാജ് കോൺഗ്രസ്, ലോക ജനശക്തി പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി, അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന മുൻ MP-യും MLA-യും ഒക്കെ ആയിരുന്ന കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാൻ ശ്രീമാൻ ജോർജ് മാത്യു നേതൃത്വം കൊടുക്കുന്ന നാഷണൽ ഫാർമേഴ്സ് പാർട്ടി, MP മണി ഉൾപ്പെടെയുള്ള മുൻ MLA-മാർ ഒരുപാട് പേരുള്ള ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കുമാരദാസ് നേതൃത്വം കൊടുക്കുന്ന JRS ഉൾപ്പെടെയുള്ള ഏതാണ്ട് 12ഓളം കക്ഷികളുടെ സമ്മേളനമാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നത്. എല്ലാ ഘടകകക്ഷികളും അവരുടെ ശക്തി തെളിയിക്കുന്ന രീതിയിലാണ് ഈ സമ്മേളനം നടത്തുന്നത്. ഒരു 2 ജില്ലകളും ബോർഡറിലുള്ള ചില മണ്ഡലങ്ങൾ മാത്രമാണ് നോക്കുന്നത്. എറണാകുളം, തൃശ്ശൂർ ജില്ല മാത്രം കേന്ദ്രീകരിച്ചാണ് ഈ 1.5 ലക്ഷം ആളുകളെ ഈ ഉച്ചപാടിയിൽ എത്തിക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. ഏതായാലും ഈ സമ്മേളനത്തോടുകൂടി ഞങ്ങൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിവിധങ്ങളായ ഘടകകക്ഷികൾ ഇനിയും കൂടുതലായി ഇന്ത്യയോടൊപ്പം വരും. കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പലരുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമാകും. ആ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു അത്ഭുതകരമായ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും ഈ NDAയുടെ സമ്മേളനം. എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ സഹപ്രവർത്തകരുടെയും സജീവമായ സാന്നിധ്യത്തോടു കൂടി നടക്കുന്ന കേരളത്തിലെ ആദ്യത്തെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമ്മേളനമായി ഇത് മാറും. എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോ 11:30 കൂടിയിട്ട് എവിടെ ഇറങ്ങുന്ന പ്രധാനമന്ത്രി കൊച്ചിയിലിറങ്ങും. ഈ ആളുകളോട് കൂടെ എത്തിച്ചേരാൻ പറഞ്ഞത് ഗ്രൗണ്ടിൽ 11:30 മണിയാണ്. നേവിയുടേതിലാണോ എവിടെ? ഹെലികോപ്റ്റർ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരും. അവിടുന്ന് ഹെലികോപ്റ്ററിൽ നേവൽ തിരിച്ചു വരികയും ആദ്യം ധീവരസഭയുടെ പ്രോഗ്രാം മറൈൻ ഡ്രൈവ് 12 മണിയോട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് റോഡ് ഷോ. കലൂർ റോഡ് ഷോയോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലേക്ക് അദ്ദേഹം പറഞ്ഞു. അതായത് മറൈൻ ഡ്രൈവ് ടു കലൂർ സ്റ്റേഡിയം വരെയാണോ? അതോ കലൂർ സ്റ്റേഡിയത്തിൽ എവിടെയാണ് റോഡ്? പരിപാടികൾ അത് കഴിഞ്ഞ് അതെ, കലൂർ സ്റ്റേഡിയത്തിന്റെ ഞങ്ങളുടെ ഈ 2 പന്തലും കഴിഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്ക് വേണ്ടിയുള്ള പന്തൽ തയ്യാറാക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പന്തലാണ് 2 സൈഡിലും. NDAയുടെ പരിപാടിയുടെ പന്തലാണ് 2 സൈഡിലും. കംപ്ലീറ്റ് സ്റ്റേഡിയത്തിനകത്തല്ലേ? രണ്ട് പന്തലിന്റെ പുറകിൽ സൈഡിലാണ് കേരള ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനത്തിലുള്ള പന്തലുള്ളത്. ഇതിന്റെ റോഡ് ഷോ നടക്കാൻ പോകുന്ന ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കയറുന്ന എൻട്രൻസ് മുതലാണ്. കൃത്യം 1 മണിക്ക് തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളോടും 11:30 മണിക്ക് 12 മണിക്ക് മുമ്പായി ഗ്രൗണ്ടിൽ കയറണമെന്നുള്ള ഇൻസ്ട്രക്ഷനുള്ളിൽ കയറാൻ പറ്റും. മാത്രമല്ല, പ്രധാനമന്ത്രി വരുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് വേദിയിലേക്ക് മറ്റാരും കയറ്റില്ല, സദസ്സിലേക്ക് മറ്റാരും കയറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 മണിക്ക് മുമ്പായിട്ട് മുഴുവൻ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കലൂർ സ്റ്റേഡിയത്തിലാണ്. 12 മണിയോടുകൂടി റോഡ് ഷോ നടക്കും. അതിനുശേഷം BJPയുടെ പരിപാടി, NDAയുടെ പരിപാടി വേദികളിലേക്ക് സദസ്സിലേക്ക് അവർക്ക് കയറാം. NDA പ്രോഗ്രാം 1 മണിയാകുമ്പോഴേക്കും ആരംഭിക്കും. ഇതെല്ലാം കഴിഞ്ഞു പരിപാടി 1 മണിക്ക് അവിടെ ആരംഭിക്കും. അല്ല, പരിപാടി 12 മണിക്ക്. 12 മണിക്ക് പരിപാടി 12 മണിക്കില്ല, 12 മണിക്ക് പൊതുയോഗം ആരംഭിക്കും. പ്രധാനമന്ത്രി വരുമ്പോൾ 1 മണിക്ക് 1:30 പ്രധാനമന്ത്രി വേദിയിലും ആയിരിക്കും. എനിക്ക് രാഹുൽ ഗാന്ധി എത്തിയല്ലോ, പ്രഖ്യാപനങ്ങൾ നൽകി തുടങ്ങി. ഇതിന് ഉപരിയായിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും മോദി നടത്തുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാമായിരിക്കും മോഡി പ്രഖ്യാപനങ്ങളല്ല അവിടെ നടത്തുന്നത്.
ഞാൻ മനസ്സിലാക്കിയത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളാണ്. അല്ല, ഈ ബിജെപിയുടെ ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും പരാജയങ്ങളുടെ പ്രഖ്യാപനമായിരുന്നു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരിടത്തും വിജയിച്ചിട്ടില്ല. ഇനി കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളെ വിധിയാക്കാൻ വേണ്ടി നടത്തിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കർണാടക സംസ്ഥാനം തന്നെ തകർത്തിരിക്കുക. അവിടെ ആ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഒരു സ്വയം പരാജയമാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും രണ്ടാമതും പ്രതിപക്ഷത്തായി പോയ കോൺഗ്രസ് പിന്നെ ഭരണത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് UDF ഭരണത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആർക്കുമില്ല. ഇതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് അകപ്പതിക്കും, അസ്തമിക്കും. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടത്തിയ യാത്ര ഒരു വൻ പരാജയമാണ്. കാരണം ജമായത്തി ഇസ്ലാമിക്ക് അധികാരം കൈമാറാൻ വേണ്ടിയുള്ള അച്ചാരം വാങ്ങിയ യാത്രയായിട്ടാണ് VD സതീശന്റെ യാത്ര കേരളം കഴിഞ്ഞത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ടാവും. ഞങ്ങൾ അത് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടാകും. അതിനോടനുബന്ധിച്ച് NDA ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ 11-ാം തീയതി നമുക്ക് നേരിട്ട് കാണാം. തെരഞ്ഞെടുപ്പിന് ഇപ്രാവശ്യം ജില്ലയിലെ 4 സീറ്റുകളിൽ മാത്രമേ BJP മത്സരിക്കുന്നു എന്നിങ്ങനെ പറയുന്നത്. ബാക്കിയൊക്കെ ഘടകകക്ഷികളായിരിക്കും പറയും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തീരുമാനങ്ങളായ ഞങ്ങൾ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും NDA മത്സരിക്കും. ഞങ്ങൾ BJP ആണോ 2020 ആണോ BDJS ആണോ മറ്റേതെങ്കിലും ഘടകകക്ഷിയാണോ എന്നതിനപ്പുറം NDA എല്ലാ 140 സീറ്റുകളിലും മത്സരിക്കും. അതിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാണ് പ്രാമുഖ്യം. ആ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മുമ്പിൽ വെച്ച് എല്ലാ മണ്ഡലങ്ങളിലും NDA മത്സരിക്കും. NDA ഒരു ടീമായി പ്രവർത്തിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴുള്ളത്. ആ രീതിയിൽ തന്നെ ഞങ്ങളുടെ ഇലക്ഷൻ പോകുന്നത്. ഘടകകക്ഷികളുടെ സീറ്റ് കൂടുതലും BJP സീറ്റ് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ ബാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയല്ല മത്സരിക്കുന്നത്. കേരളത്തിൽ മത്സരിക്കുന്നത് NDA ആണ്. അല്ല, അത് തീരുമാനിക്കാനായിട്ടില്ല വരെ. ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിയല്ല, ഇവിടെ മത്സരിക്കുന്ന NDA ആണ്. NDA ആണ് മത്സരിക്കുന്നത്. ആ NDA ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണം അവസാനിപ്പിക്കും. മതിയായി MLA എന്നുള്ളൊരു ടാഗ് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ സിറ്റിംഗ് MLA കുറിച്ചാണ് ആ ഒരു ജനവികാരത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന് ചാൻസസ് ഇപ്പോ ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള MLAക്ക് ചാൻസസ് കൂടുതലല്ലേ? രണ്ട് മുന്നണികളും മതിയായി എന്നുള്ളതാണ്. രണ്ട് മുന്നണികളും മതിയായി എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ പൊതുവികാരം. ആ മുന്നണികളിൽ ഏത് MLA ആണോ ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിലുള്ളത്, ആ MLAക്കെതിരെ ആ നാട്ടിലെ ജനത MLAക്കെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കി അവിടുത്തെ ജനത അതിലൊപ്പിട്ട് MLAക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ഇത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വർക്കാണ്. കാരണം MLA ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് തന്നെ MLAക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റിൽ ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ച് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്. അത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ഇന്നേ വരെ നടന്നില്ല. അത് ഞങ്ങളിന്ന് NDA കേരളത്തിൽ നടത്തുന്നു. 140 മണ്ഡലങ്ങളിൽ ആ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ MLA ഓഫീസുകൾക്ക് നേരെയുള്ള മാർച്ച് പുതിയ പ്രസിഡന്റിന്റെ ഫോട്ടോ വന്നിട്ടില്ല. എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? പഴയ പ്രസിഡന്റിന്റെ ഫോട്ടോ എന്തുകൊണ്ടാണ് BJP മത്സരിക്കുന്നത് പറയാൻ ഒരു പ്രയാസം? BJP അല്ല, ഇന്ത്യയാണ് മത്സരിക്കുന്നത് പറഞ്ഞത്. BJP BJP എന്ന് പറയില്ല. കോൺഗ്രസ് സ്ഥാനത്തുണ്ടല്ലോ. അതിൽ BJP ഉണ്ടാവും, 2020 ഉണ്ടാവും, BDJS ഉണ്ടാവും, മറ്റെല്ലാ ഘടകകക്ഷികളും ഉണ്ടാവും. മത്സരിക്കുന്ന NDA, LDF, UDF, NDA. അതിലെന്താ അസ്വാഭാവികത? അതൊരു അസ്വാഭാവികത തോന്നി. ആവശ്യമില്ല. താങ്ക് യു.
കഴിഞ്ഞു